പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ഷനോജ് ലാൽ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഹോംവർക്കും ഒക്കെയാണ് ചെയ്തു കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് ഈ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം അതിൽ 2 കോഡ്സ് അഥവാ 2 ഞാണുകൾ, അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസ്, അത് വെച്ച് 1-2 കൺസ്ട്രക്ഷൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് കോഡ് അഥവാ ഞാൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഞാൻ? എ കോഡ് ഈസ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി 2 പോയിന്റ്സ് ഓഫ് എ സർക്കിൾ. വൃത്തത്തിലെ ഏതെങ്കിലും 2 പോയിന്റ്സ്, 2 ബിന്ദുക്കൾ ജോയിൻ ചെയ്ത് കിട്ടുന്ന വരെയാണ്, ഏകാഖണ്ഡത്തെയാണ് ഞാണെന്ന് പറയുന്നത്. ഏറ്റവും നീളം കൂടിയ ഞാൻ വ്യാസമാണ്. ഒരു വൃത്തത്തിൽ അനേകം ഞാണുകൾ വരയ്ക്കാം. യു ക്യാൻ ഡ്രോ ഇൻ നമ്പർ ഓഫ് കോഡ്സ് ഒരു സർക്കിൾ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ 2 കോഡുകൾ ഈ ഫസ്റ്റ് ഫിഗറിൽ തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്ന ഒരു കോഡുണ്ട്, CD എന്ന് പറയുന്ന കോഡുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ കോഡുകൾ ഇതാണ്. 2 എൻ പോയിന്റ്സ് ജോയിൻ ചെയ്താൽ കോഡ്. ഇവിടുത്തെ ഈ പോയിന്റ്, സർക്കിളിലെ 2 പോയിന്റുകൾ ജോയിൻ ചെയ്താലാണ് കോഡ് കിട്ടുന്നത്. ഇവിടെ ഈ ഒരു പോയിന്റും ഈ പോയിന്റും കൂടി ജോയിൻ ചെയ്തപ്പോൾ അടുത്ത കോഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കോഡ് എന്താണെന്ന് അറിയാത്ത ആരുമില്ല. ഈ രണ്ടാമത്തെ ചിത്രം നോക്കുക. രണ്ടാമത്തെ ഫിഗറിൽ AB എന്ന് പറയുന്ന കോഡും CD എന്ന് പറയുന്ന കോഡിനും ഒരു പ്രത്യേകതയുണ്ട്. ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ്സിന് ഇതിന്റെ ലെങ്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചില പ്രത്യേകതകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഇവിടെ നമുക്ക് 2 ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോളാം. നമ്മുടെ ഇവിടെ ഒരു ട്രയാങ്കിൾ CAP എന്ന് പറയുന്ന ട്രയാങ്കിൾ, വേറെ ട്രയാങ്കിൾ കണ്ടല്ലോ. 2 ട്രയാങ്കിൾസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ 2 ട്രയാങ്കിൾസ്? ഒന്ന് CAP എന്ന് പറയുന്നത്, വേറെ BDP എന്ന് പറയുന്നത് ട്രയാങ്കിൾ. ഈ 2 ട്രയാങ്കിൾസ് പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഈ 2 ത്രികോണങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇത് സിമിലർ ട്രയാങ്കിൾസ് ആയിരുന്നു. ഇത് സദൃശ ത്രികോണങ്ങളാണ്. എങ്ങനെയാണ് ഇത് സദൃശമാണ് തെളിയിക്കാൻ നോക്കാം. നമുക്കിവിടെ 2 ആംഗിളുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് സിമിലർ ആണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ 2 കോണുകൾ തുല്യമായി സദൃശ തെളിയിച്ചൂടെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ പഠിച്ച ഒരു കാര്യം, 2 കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കാം. എന്തായാലും സർക്കിളിൽ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കും. ഞാനൊരു CAB എന്ന് പറയുന്ന അതേ ആംഗിൾ ആണ് ഇത് വരുന്നത് CDB. സെയിം അല്ലേ? ആംഗിൾ CAB ഈക്വൽ ടു ആംഗിൾ CDB. എന്താ കാര്യം? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. ഒരേ ഖണ്ഡത്തിലെ കോണുകളാണ്. ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ് ആണ്. അപ്പോ ഈ CAB എന്ന് പറയുന്നത് തന്നെയാണ് CAP എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് CAB എന്ന് പറയുന്നത് CAP എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ആംഗിൾ CAP ഈക്വൽ ടു, അതുപോലെ CDB എന്ന് പറയുന്നത് വരെ PDB എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. PDB സെയിം തന്നെയാണ്. അതേ സാധനം തന്നെയാണ് ആംഗിൾസ്. അപ്പൊ ഒരു ആംഗിൾ ഈക്വൽ ആയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു ചാപം, ഒരു ആർക്ക് ഉണ്ട്. ഈ ആർക്ക് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഈ ആംഗിളും, അതായത് ഈ ആംഗിളും അതുപോലത്തെ ABD എന്ന് പറയുന്ന ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ഇതേ റീസൺ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ആംഗിൾ ACD ഈക്വൽ ടു ആംഗിൾ ഏതാ വരിക? ABD. അതും സെയിം റീസൺ തന്നെയാണ്. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആണ്. നമ്മൾ ആ 2 ട്രയാങ്കിൾസിനെ മാറ്റി വരച്ചിട്ടുണ്ട്. പേര് ട്രയാങ്കിൾ APC. ട്രയാങ്കിൾ APC. പിന്നെ അടുത്ത ട്രയാങ്കിളിന്റെ പേര് എന്താ? ട്രയാങ്കിൾ DPB. ട്രയാങ്കിൾ APCയും ട്രയാങ്കിൾ DPBയുമാണ്. DPB. നോക്കാം. അതില് ദിസ് ആംഗിൾ A is equal to D ആണ്. അതുപോലെ C എന്ന് പറയുന്ന ആംഗിൾ B ഈക്വൽ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിലെ 2 ആംഗിൾസ് വേറെ ട്രയാങ്കിൾ 2 ആംഗിളുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾ സിമിലർ ആണ്, അഥവാ സദൃശ്യമാണെന്ന് പറയാം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ട്രയാങ്കിൾ APC സദൃശ്യം ട്രയാങ്കിൾ DPB. സദൃശ്യ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താ? If 2 triangles are similar, their corresponding
സൈഡ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ, സദൃശ ത്രികോണങ്ങളുടെ സമാന വശങ്ങൾ ഒരേ അനുപാതത്തിലായിരിക്കും എന്നതുകൊണ്ട് നമുക്കിവിടെ പറയാൻ പറ്റും എ പിക്ക് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എ പിക്ക് സദൃശമായ സൈഡ് പി ബൈ ഡി പി ഈസ് ഈക്വൽ ടു ഏതായിരിക്കും വരിക പി സി ബൈ പി ബി. ഇത് നോക്കൂ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു എ പി ഇൻറ്റു പി ബി ക്രോസ് മൾട്ടിപ്ലൈ ഇത് ഇങ്ങോട്ട് എടുത്താലോ ഡി പി ഇൻറ്റു പി സി. ഇതൊന്നും കൂടി അറേഞ്ച് ചെയ്ത് എഴുതാം. എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ഞാൻ ഡി പി എ പി ഡി എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല, സെയിം തന്നെയാണ്. പി സി ഇൻറ്റു പി ഡി. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് ഇവിടെ ഈ ചിത്രമായിട്ട് റിലേറ്റ് ചെയ്താൽ അതെന്ന് നോക്കാം. അപ്പൊ നമുക്കൊരു പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഒരു സർക്കിളിലെ രണ്ട് കോഡുകൾ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുള്ള രണ്ട് കോഡുകൾ ഉണ്ടെങ്കിൽ ആ കോഡ്സിന്റെ പാർട്സുകളുടെ പ്രോഡക്റ്റുകൾ ഈക്വൽ ആകാം. ഇവിടെ നോക്കൂ, എ ബി എന്ന് പറയുന്ന ഞാനും സി ഡി എന്ന് പറയുന്ന ഞാനും പിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ലെങ്തിന്റെയും ഈ ലെങ്തിന്റെയും പ്രോഡക്റ്റ് will be equal to the product of the lengths of other two parts of the other chord. അല്ലേ? അപ്പോൾ ഈ ഒരു പ്രത്യേകത നമുക്ക് ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് നമ്മൾ ജോമെട്രിക്കലി എങ്ങനെ പറയാം, ജാമിതീയമായിട്ട് ഇതിനെങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നിർവചിക്കുന്നത് നോക്കാം. ഇതിന് മുമ്പായിട്ട് നമ്മൾ ചതുരം എന്ന് പറയുന്ന റെക്ടാങ്കിൾ എന്ന് പറയുന്ന കാര്യത്തെ പറ്റി നോക്കാം. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? Rectangle എന്ന് പറഞ്ഞാൽ is a quadrilateral whose opposite sides are equal and each all angles are equal. ചതുരത്തിന്റെ എല്ലാ കോണുകളും എതിർവശങ്ങളും തുല്യമായിരിക്കും അല്ലേ? ഇവിടെ നമ്മൾ റെക്ടാങ്കിളിന്റെ ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബി ആണെങ്കിൽ, നീളം എല്ലും വീതി ബി ആണെങ്കിൽ അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എൽ ബി ആണെന്ന് പറയാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. നമുക്കിവിടെ രണ്ട് റെക്ടാങ്കിൾസ് ഉണ്ടെന്ന് നോക്കാം. അതിൽ ഒരു സൈഡ് എ പി ആണ്, ഒരു സൈഡ് പി ബി ആണ്, പിന്നത് സി പി ആണ്, പി ഡി ആണ്. അത് ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ഏരിയ പരപ്പളവ് എന്താണ്? എ പി ഇൻറ്റു പി. രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ പരപ്പളവ് എന്താണ്? സി പി ഇൻറ്റു പി ഡി. അപ്പൊ ഇവിടെ പറഞ്ഞ എ പി ഇൻറ്റു പി ബി എന്ന് പറയുന്നതും സി പി ഇൻറ്റു പി ഡി എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ ജോമെട്രിക്കലി പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ടു റെക്ടാങ്കിൾസ് വിത്ത് the sides AP, PB, CP, PD. അപ്പോൾ എ പിയും പി ബിയും സൈഡ്സ് ഉള്ളതും സി പിയും പി ഡിയും സൈഡ്സ് ഉള്ളതുമായിട്ടുള്ള രണ്ട് റെക്ടാങ്കിൾസിന്റെ ഏരിയാസ് ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് ഈ ചിത്രമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെ പറയാൻ പറ്റും നോക്കിക്കോ. ഇവിടെ നമുക്ക് എ പി എന്ന് പറയുന്ന സൈഡ്, എ പി ഒരു സൈഡായിട്ടും പി ബി ഒരു സൈഡായിട്ടും എടുത്തൊരു റെക്ടാങ്കിൾ വരയ്ക്കുന്നതും സി പി ഒരു സൈഡായിട്ടും പി ഡി ഒരു സൈഡായിട്ടും വരയ്ക്കുന്നതുമായിട്ട് രണ്ട് റെക്ടാങ്കിൾസ് എടുത്താൽ ഏരിയാസ് ആർ ഈക്വൽ. ഇത് രണ്ടിന്റെയും പരപ്പളവുകൾ തുല്യമാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത. നമുക്ക് ഈ ഒരു എ പിയും പി ബിയും സൈഡായിട്ട് റെക്ടാങ്കിൾ വരയ്ക്കണമെങ്കിൽ എന്താ വേണ്ടത്? ആദ്യം എ പി സൈഡ് ഓക്കെ, എ പി നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്തു. ഇനി പി ബി നമുക്ക് കിട്ടണം. പി ബി എന്ന് പറയുന്ന ലെങ്ത് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഇത് പെർപെൻഡിക്കുലർ അല്ല, പി ബി ഇങ്ങോട്ട് വരണം, ഇത് ലൈനിലുള്ള ഇതാണ്. ഈ ലെങ്ത് കോമ്പസ് എടുത്തിട്ട് ആർക്ക് ഇങ്ങോട്ട് വരച്ചാൽ മതി. അപ്പൊ നമുക്കിവിടെ ആർക്ക് വരയ്ക്കാം. ഈ ലെങ്ത് കോമ്പസ് എടുത്ത് ആർക്ക് വരച്ചതാണ്. പെർപെൻഡിക്കുലർ വരച്ചാൽ നമുക്ക് ബി പി ഇങ്ങോട്ട് വന്നു. ഈ ബി പിയുടെ ഈ നീളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പെർപെൻഡിക്കുലർ വരച്ചിട്ട് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റെക്ടാങ്കിൾ ചതുരം വരയ്ക്കാൻ പറ്റും. അതുപോലെ സി പി ഒരു ബ്രെഡ്ത്ത് ആയിട്ടും പി ഡി ലെങ്ത് ആയിട്ടും നമുക്ക് വേറെ റെക്ടാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ കോമ്പസിൽ നമുക്ക് ഇത്രയും ദൂരം സി പിയുടെ ലെങ്ത് എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരച്ചാൽ മതി അല്ലേ? അപ്പോൾ ഇവിടെ ആർക്ക് വരച്ചു. ഇതുപോലെ പെർപെൻഡിക്കുലർ വരയ്ക്കാം, 90 ഡിഗ്രി വരയ്ക്കാം, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു റെക്ടാങ്കിൾ. Now we get two rectangles here. Their areas are equal. So this is the geometrical interpretation of AP into BB equal to CP into BD. അപ്പോൾ ഈ ഒരു ജാമിതീയ വിശകലനമാണ് നമ്മൾ പറഞ്ഞത്.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻസ് ആണ്. ഈ കൺസ്ട്രക്ഷൻസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നിർമ്മിതികൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ ഉപയോഗിക്കുക. അപ്പൊ റെക്ടാങ്കിളിന്റെ സൈഡുകൾ തരും, അത് വെച്ചിട്ട് അല്ലെങ്കിൽ റെക്ടാങ്കിൾ തരും, റെക്ടാങ്കിൾ വെച്ചിട്ട് അത് ഈക്വൽ ആയിട്ടുള്ള ഏരിയയുള്ള വേറെ റെക്ടാങ്കിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഉണ്ടാവുക. അപ്പൊ അത് എക്സാമിന് ചോദിക്കാറുള്ളതുമാണ്. അപ്പൊ അങ്ങനെയുള്ള കൺസെപ്റ്റ് നമുക്ക് പറയുന്ന സമയത്ത് എന്തായാലും നമ്മൾ ചെയ്യാനുള്ളതാണ് ഈ ഒരു ഫിഗർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള റെക്ടാങ്കിൾസ് ഫോം ചെയ്യണമെങ്കിൽ, അപ്പൊ ഈ റെക്ടാങ്കിൾസ് ഫോം ചെയ്യണമെങ്കിൽ റെക്ടാങ്കിൾസിന്റെ സൈഡുകൾ, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി സമ്മ ഉള്ള കോഡുകളാക്കി മാറ്റണം. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, ഒരു റെക്ടാങ്കിളിലെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? കോഡിന്റെ ലെങ്ത് ആകിട്ടും. ഈ നമ്മളുടെ റെക്ടാങ്കിൾ തന്നെന്ന് വിചാരിച്ചോളൂ. എ ബി സി ഇങ്ങനെ എ പിയും പി ബിയും സൈഡുള്ള റെക്ടാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ എ പി പ്ലസ് പി ബി ചെയ്താൽ നമുക്ക് എ ബി ആണ്. എ ബി എന്ന് പറയുന്ന കോഡിന്റെ ലെങ്ത് ആണ്. അതുപോലെ സി പി പ്ലസ് പി ഡി ചെയ്താൽ നമുക്ക് ആ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ, അപ്പൊ ഒരു റെക്ടാങ്കിളിലെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ കോഡിന് ഈക്വൽ ആയിട്ടുള്ള കൺസെപ്റ്റ് അവിടെ യൂസ് ചെയ്യുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തന്നിരിക്കുന്ന റെക്ടാങ്കിളിന് ഈക്വൽ ആയിട്ടുള്ള ഏരിയയുള്ള മറ്റൊരു റെക്ടാങ്കിൾ എങ്ങനെ നിർമ്മിക്കാം, അല്ലെങ്കിൽ തന്നിട്ടുള്ള ചതുരത്തിന് തുല്യമായിട്ടുള്ള പരപ്പളവുള്ള മറ്റൊരു ചതുരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നോ ചോദ്യം നോക്കാം. നമ്മളിപ്പോൾ പഠിച്ച കാര്യം ഉപയോഗിച്ചിട്ട്, പഠിച്ച ജോമെട്രിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. കാരണം നമുക്കിവിടെ റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ സൈഡുകൾ എ ബി ആണ്. ഇതിന്റെ നീളം അല്പം കൂട്ടണം, ഈ ലെങ്ത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതിന് ഈക്വൽ ഏരിയ ഉള്ള മറ്റൊരു റെക്ടാങ്കിൾ വരയ്ക്കും. അപ്പൊ എ ബി എന്ന് പറയുന്ന സൈഡുകളുള്ള എയും ബിയും സൈഡുകളുള്ള റെക്ടാങ്കിൾ ആണത്. ഇതിന്റെ ഏരിയ എ ബി ആണ് നമുക്കറിയാം. എ ബി ഈക്വൽ ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ വേറെ ഫോം ചെയ്യണം. വരയ്ക്കാൻ നോക്കുന്നത് ഇതിന്റെ ലെങ്ത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ സി എന്നാണ് ലെങ്ത് എന്ന് വിചാരിക്കുക. ജനറലായിട്ട് പറയുകയാണ് കുറച്ച് നീട്ടിയത് സി ആണ്. നമുക്ക് ഈ എ പ്ലസ് സിയുടെ ലെങ്ത് ആണ് ആദ്യം വരയ്ക്കുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് പെർപെൻഡിക്കുലേഴ്സ് ആണ്, പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ എ പ്ലസ് സി എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ ഈ ടോട്ടൽ ലെങ്തിനെ ഇവിടെ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ, അപ്പൊ നമ്മളത് എന്താ ചെയ്യാം? കോമ്പസ് എടുത്തിട്ട് നമുക്ക് ഈ മെഷർ ചെയ്യാം, ഇത്രയും മെഷർ ചെയ്യാം. എന്നിട്ട് നമുക്കിത് താഴോട്ടൊരു ആർക്ക് വരച്ച് വെച്ചാൽ, ഓക്കെ, അവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു, ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ പോയിന്റാണ് നമ്മളുടെ ഈ ദൂരം എ പ്ലസ്. ഓക്കെ, അതുപോലെ അപ്പൊ എ പ്ലസ് സി നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഇത് പെർപെൻഡിക്കുലറിലാണ്. അതുപോലെ ഈ ഒരു ദൂരം ബി ഡിസ്റ്റൻസ് നമുക്ക് കോഡിലാക്കി വരണം. അപ്പൊ കോഡിലേക്ക് വരയ്ക്കാം അല്ലെ. സോ ഇത് നേരെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ ഡിസ്റ്റൻസ് എന്താണ്? ഈസ് ബി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടി? ബി കിട്ടിയിട്ടുണ്ട്, എ പ്ലസ് സി കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ്? എ ആണ്. അപ്പോൾ എ അറിയാം, ബി അറിയാം, എ പ്ലസ് സി അറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്തതായിട്ട് കാണാം. കണ്ടല്ലോ, ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഈ 3 പോയിന്റ്സ് കൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ നമുക്കറിയാം അല്ലെ. ട്രയാങ്കിളിന്റെ 3 പോയിന്റ്സ് കൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാറ്. എങ്ങനെയാ 3 പോയിന്റ്സ് കൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സർക്കം സർക്കിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ട്രയാങ്കിളിന്റെ ഏതെങ്കിലും 2 സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണ്. നമുക്ക് ഇതിന്റെ ആർക്ക് വരച്ചിട്ടാണ് വരയ്ക്കുന്നത്. Also, draw the perpendicular bisectors of this side also. ഈ വശത്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇതിന്റെ സർക്കം സെന്റർ. സർക്കം സെന്ററിന് ഏതെങ്കിലും വെർട്ടെക്സിലേക്കുള്ള ദൂരം കോമ്പസ് എടുത്തിട്ട് സർക്കിൾ വരയ്ക്കും അല്ലെ. അപ്പൊ നമ്മൾ സർക്കിൾ വരച്ചാൽ സർക്കിൾ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് റേഡിയസ് എടുത്തിട്ട്, അതായത് ഒന്നുകിൽ ഈ ദൂരം അല്ലെങ്കിൽ ഈ ദൂരം എല്ലാം ഈക്വൽ ആയി ആ റേഡിയസ് സർക്കിൾ വരച്ചാൽ ആ സർക്കിൾ ഒരു ബി എന്ന് പറയുന്ന സൈഡിനെ ടച്ച് ചെയ്തുകൊണ്ടൊരു പോയിന്റ് കൂടെ പാസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ ദൂരമാണ് സത്യത്തിൽ നമ്മളുടെ എക്സ് എന്ന് പറയുന്നത്. എക്സ് ഇതാണ്.
ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിതാ ഈ സി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ദൂരമാണ് എ പ്ലസ് സി. എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എക്സ് ആണ്. ഇത് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഈ റെക്റ്റാങ്കിൾ ആണ് നമ്മുടെ റിക്വയർഡ് റെക്റ്റാങ്കിൾ. ഓക്കെ, നമുക്കത് നമ്പേഴ്സ് വെച്ചൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ 7, 3 സൈഡുള്ള ഒരു റെക്റ്റാങ്കിളിന് ഈക്വൽ ഏരിയയുള്ള വേറെ റെക്റ്റാങ്കിൾ. 7, 3 ആണ് വശങ്ങൾ. അതിന് ഈക്വൽ പരപ്പളവുള്ള തുല്യമായ പരപ്പളവുള്ള വേറൊരു ചതുരം നിർമ്മിക്കണം വിചാരിച്ചു. അപ്പോൾ നമുക്ക് 7, 3 ആണ്. തൽക്കാലം അവിടെ ഞാൻ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു 2 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. ഇവിടേക്ക് ഞാനൊരു 2 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ എത്രയായി? 9 ആയി അല്ലേ? 7 + 2 9 സെന്റിമീറ്റർ. നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പസിൽ ഒന്നെങ്കിൽ സ്കെയിൽ എടുത്ത് 9 എടുക്കുക, അല്ലെങ്കിൽ കോമ്പസിൽ 9 എടുത്തിട്ട് ആർക്ക് താഴോട്ട് വരയ്ക്കുന്നു. സോ വി ഹാവ് ആൻ ആർക്ക് ഹിയർ. ഇത് പെർപെൻഡിക്കുലർ നേരെ നീട്ടി സ്കെയിൽ വെച്ച് കറക്റ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് 9 ഉണ്ടാവും. ശരിയല്ലേ? യെസ്. അഗൈൻ ഇവിടെ നമുക്ക് ഈ 3 ഇപ്പുറത്തേക്ക് നീട്ടി വരയ്ക്കണം. ഒന്നെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് 3 എടുത്തിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ കോമ്പസ് വെച്ചിട്ട് ആർക്ക് വരച്ചിട്ട് വരയ്ക്കാം. ജോയിൻ ചെയ്താൽ ഇതിന്റെ ലെങ്ത് 3 ആണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ട്രയാങ്കിളിന്റെ എന്ത് വരയ്ക്കുന്നു? സർക്കം സർക്കിൾ വരയ്ക്കും. സർക്കം സർക്കിൾ ആണ് ഈ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ വരച്ചാൽ പോലെ നമുക്കറിയാം. സർക്കം സർക്കിൾ വരയ്ക്കാൻ ഇത് വരയ്ക്കുന്നു. ഓക്കെ, സർക്കം സർക്കിൾ വരച്ചാൽ സർക്കിൾ ഇവിടെ ഒരു പോയിന്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ റിക്വയർഡ് ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടി നമ്മൾ റിക്വയർഡ് വരയ്ക്കാം. ഓക്കെ, അങ്ങനെ. ഇനി നമുക്ക് കോഡ്സിന്റെ 1-2 പ്രത്യേകതകൾ കൂടി പഠിക്കാം. ഇവിടെ നമ്മളൊരു കോഡ് വരച്ചു. ആ കോഡിന്റെ പ്രത്യേകത എന്താണ്? സെന്റർ കൂടെ പാസ് ചെയ്യുന്ന കോഡാണ്. അതിന് പറയുന്നത് ഡയമീറ്റർ എന്നാണ് പറയുന്നത് അല്ലെ? അതായത് കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ഞാനാണ് വ്യാസം. ഞാൻ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കോഡ് വരയ്ക്കാം. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ട് കോഡ് വരയ്ക്കും. ഈ കോഡ് പിയിൽ മീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പേര് സി ഡി ആണ്. ഈ കോഡിന്റെ പേര് സി ഡി ആണ്. പെർപെൻഡിക്കുലർ ആണ്. സോ ഇത് സർക്കിളിന്റെ സെന്റർ ആണല്ലോ. സെന്റർ പോലെ അപ്പൊ നമുക്കിവിടെ 2 കോഡ്സ് ഉണ്ട്. ഏതൊക്കെ 2 കോഡുകള്? ഒന്ന് എ ബി എന്ന് പറയുന്ന കോഡും സി ഡി എന്ന് പറയുന്ന കോഡും. നേരത്തെ 2 കോഡ്സുമായിട്ടുള്ള വ്യത്യാസം, ദീസ് 2 കോഡ്സ് ആർ perpendicular to each other, and also one more thing is that AB is its diameter. AB എന്ന് പറയുന്ന കോഡ് അതിന്റെ ഡയമീറ്റർ ആണ്. ഇവിടെ നമ്മൾ സർക്കിളിന്റെ സെന്ററിൽ നിന്നിട്ട് കോഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ, അപ്പോൾ OP എന്ന് പറയുന്നത് ആക്ച്വലി പെർപെൻഡിക്കുലർ ടു CD ആണ്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് ലംബം വരച്ചാൽ ഞാനിനെ സംഭാവന ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ ഓഫ് ദി സർക്കിൾ ടു എ കോഡ് ബൈസെക്ട്സ് ദി കോഡ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം അറിയാം, CP യും PD യും ഈക്വൽ ആണ്. സോ AP എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു CD ആയതുകൊണ്ട് CP യും PD യും ഈക്വൽ ആണെന്നൊരു കൺസെപ്റ്റ് നമുക്കറിയാം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ ഓഫ് ദി സർക്കിൾ ടു എ കോഡ് ബൈസെക്ട്സ് ദി കോഡ് ആണ്. നമ്മളിപ്പോ പഠിച്ച കോഡ്സിന്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? 2 കോഡ്സ് ബൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ, കോഡ്സ് ബൈസെക്ട് ചെയ്താൽ AP into PB equal to CP into PD ആണ്. അപ്പൊ നമുക്കത് എഴുതാം. AP into PB is equal to CP into PD ആണ്. CP into PD ആണ്. അപ്പൊ നമ്മളിവിടെ AP into PB equal to CP into PD എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് എഴുതാം. ബട്ട് ഹിയർ CP and PD are equal. നമുക്കറിയാം CP PD ഈക്വൽ ആണ്. ഞാൻ ഇവിടുത്തെ PD ക്ക് പകരം CP തന്നെ കൊടുക്കുകയാണ്. സോ 2 CP വന്നാൽ നമുക്ക് അതിനെ CP സ്ക്വയർ എഴുതാം. അപ്പോൾ AP into PB ഈക്വൽ ടു CP സ്ക്വയർ. AP ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. AP ക്ക് പകരം PA into PB ഈക്വൽ ടു PC square. CP square is equal to PC square. അപ്പോൾ PC square വരുന്നു. ഈ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലായി. So if we have a chord which is perpendicular to the diameter of a circle, product of the parts of the diameter
will be equal to the square of half of the length of the chord. എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ വ്യാസത്തിന് ലംബമായ ഒരു ഞാൻ മുറിക്കുന്ന സമയത്ത് വൃത്തത്തിന്റെ വ്യാസഭാഗങ്ങളുടെ ഗുണനഫലം ഞാനിന്റെ പകുതിയുടെ വർഗത്തിന് തുല്യമാണ് എന്ന് പറയുന്ന ഒരു ആശയമാണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു ചതുരമുണ്ട്. അതിന്റെ സൈഡുകൾ എ പിയും പി ബി ആണ്. അതിന്റെ ഏരിയ എന്താ വരിക? എ പി ഇൻറ്റു പി ബി. അവിടെ നമുക്കൊരു സ്ക്വയർ ആണത്, അഥവാ സമചതുരമാണത്. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സമചതുരത്തിന്റെ ഏരിയ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ആണ്. സി സോ വിച്ച് ഈസ് സി പി സ്ക്വയർ. ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ജോമെട്രിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ഇവിടെ റെക്റ്റാങ്കിൾ ഉണ്ട്, അതിന്റെ സൈഡുകൾ ഡയമീറ്ററിന്റെ പാർട്സ് ആണ്. If we have a rectangle whose sides are parts of the diameter, then the area of that rectangle will be equal to area of a square whose side is half the length of the diagonal which is perpendicular to the diameter. എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിലെ വ്യാസത്തിന്റെ ലംബമായി മറ്റൊരു ഞാനുണ്ടെങ്കിൽ ആ വ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള ചതുരത്തിന്റെ പരപ്പളവ് അതിന് ലംബമായ ഞാനിന്റെ പകുതി നീളം സമചതുരത്തിന്റെ പരപ്പളവിന് തുല്യമാണ്. അപ്പൊ ഈ ചിത്രത്തിൽ നമ്മൾ എ പി ഒരു സൈഡും അതുപോലെ പി ബി ഒരു സൈഡുമായിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചു. ഓക്കെ, ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ, ഇതിന്റെ ഏരിയ എക്സ് ആണെങ്കിൽ ഇതിന്റെ ഏരിയ എന്തൊക്കെയാണ്? സോ എക്സ് ആണ്. We use this principle to construct a square whose area is equal to the area of the given rectangle. തന്നിരിക്കുന്ന ചതുരത്തിന്റെ പരപ്പളവുള്ള ഒരു സമചതുരം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തത്. എങ്ങനെയാണ് അത് വരയ്ക്കുന്നത് നോക്കാം. ബോർഡില് റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, given rectangle. We want to construct a square whose area is equal to the area of the given rectangle. ഈ തന്നിട്ടുള്ള ചതുരത്തിന് തുല്യമായ പരപ്പളവുള്ള മറ്റൊരു സമചതുരമാണ് നിർമ്മിക്കേണ്ടത്. ഓക്കെ, ഇതിന്റെ ലെങ്ത് എ എന്നും ബ്രെഡ്ത്ത് ബി എന്നും വിചാരിച്ചു. ഈ ബിയുടെ ലെങ്തിനനുസരിച്ചിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കും. ബി എത്രയാണോ ഉള്ളത്, ഇപ്പോൾ ബി 3 ആണെങ്കിൽ 3 കൊണ്ട് നീട്ടി വരയ്ക്കും. ഒന്നെങ്കിൽ അത് സ്കെയിൽ വെച്ച് ചെയ്യാമെങ്കിൽ കോമ്പസ് വെച്ചിട്ട് ബിയുടെ ലെങ്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതുകൊണ്ട് ആർക്ക് വരച്ചു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ കിട്ടും. ഓക്കെ, സോ ഈ ലെങ്ത് ബി ആണ്. അതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയായിട്ടുണ്ട്? എ പ്ലസ് ബി ആയിട്ടുണ്ട് എന്നാണ് ടോട്ടൽ ലെങ്ത്. എ പ്ലസ് ബി ആയിട്ടുണ്ട്. ഒന്നെങ്കിൽ അതിന്റെ അപ്പോൾ ആകെ നീളം എ പ്ലസ് ബി അല്ലേ ഉണ്ടാവും. അപ്പോൾ എ ഈക്വൽ ടു 7 3 ആണെങ്കിൽ എ പ്ലസ് ബി എത്രയാണ് വരിക? 10 ആണ് അല്ലെ? ഇനി അതിന്റെ മിഡ് പോയിന്റ് ഒന്നെങ്കിൽ സ്കെയിൽ വെച്ച് മിഡ് പോയിന്റ് കാണാം, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ ലംബ സമവാക്യം വരച്ചാലും മതി. സോ അത് ഇപ്പോൾ 10 ആണെങ്കിൽ മിഡ് പോയിന്റ് കാണാൻ എളുപ്പമാണ്. 5 ആയിരിക്കും മിഡ് പോയിന്റ്. ഇനി അതല്ല 11 ഒക്കെ ആണെങ്കിൽ നമ്മൾ 5.5 എടുക്കാം, അല്ലെങ്കിൽ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അല്ലെ ലംബ സമവാക്യം വരച്ചാലും മിഡ് പോയിന്റ്. എന്തായാലും എനിവേ want to find the midpoint of that a plus b. മൊത്തം നീളത്തിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ മിഡ് പോയിന്റിന് ഇത് റേഡിയസ് ആയിട്ട് മിഡ് പോയിന്റിന് ഈ ഒരു എൻഡിലേക്കുള്ള ദൂരം റേഡിയസ് ആയിട്ട് നമുക്കൊരു സെമി സർക്കിൾ വരയ്ക്കും. സോ ഇവിടെ റേഡിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സെമി സർക്കിൾ വരയ്ക്കും. നമ്മൾ എന്ത് ചെയ്തു? ഈ എ പ്ലസ് ബിയുടെ ആകെ നീളത്തിന്റെ ഹാഫ് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് ഒരു സെമി സർക്കിളാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു സെമി സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സൈഡ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. കണ്ടല്ലോ, ഈ സൈഡ് ഈ സെമി സർക്കിളായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ സ്ക്വയറിന്റെ സൈഡ്. ഈ സൈഡിന്റെ ലെങ്ത് നമുക്ക് കോമ്പസ് എടുത്തിട്ട് സ്ക്വയർ ഫോം ചെയ്യാം. അല്ലെങ്കിൽ കോമ്പസ് വെച്ചിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കാണെങ്കിൽ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. ഇതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം.
ഇവിടെ വെച്ച് ഈ ആർക്കോട്ട് ഇതിനെ കട്ട് ചെയ്യും. അപ്പോൾ ഇത് ജോയിൻ ചെയ്താൽ നമുക്ക് സ്ക്വയർ കിട്ടി. ഇത് ജോയിൻ ചെയ്താൽ നമുക്ക് സ്ക്വയർ കിട്ടി. ഹൂസ് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ഗിവൺ റെക്ടാങ്കിൾ. ഇതിന്റെ ഏരിയ എന്താണ്? തന്ന റെക്ടാങ്കിൾ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ സൈഡ്സുകൾ തന്നൊരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ സൈഡ്സ് അറിയാമെങ്കിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വേറൊരു തരത്തിൽ ചോദിക്കാറുണ്ട്. ഇങ്ങനെ പറയുന്നു, ഏരിയ തന്നിട്ട് നമുക്ക് ആ ഏരിയക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ ഉണ്ടാക്കാം. എന്താണ് ചോദ്യം? ഡ്രോ എ സ്ക്വയർ ഹൂസ് ഏരിയ ഈസ് ഗിവൺ. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത്? സപ്പോസ് ഒരു ചോദ്യം തരുന്നു ഇങ്ങനെ, ഡ്രോ എ സ്ക്വയർ ഹൂസ് ഏരിയ ഈസ് 6 സെന്റിമീറ്റർ സ്ക്വയർ. 6 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളമുള്ള സമചതുരം നിർമ്മിക്കണം എന്ന് പറയുന്നു. ഏരിയ 6 സെന്റിമീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് ലെങ്ത് 3 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ ആണ് എടുക്കുന്നത്. നമ്മളിത് ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ കൂട്ടുകയാണ്. ലെങ്ത്തും ബ്രെഡ്ത്ത് കൂട്ടുമ്പോൾ 3 + 2 ആണ്, 5 സെന്റിമീറ്റർ ആണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? 5 സെന്റിമീറ്റർ ഒരു വര വരയ്ക്കുന്നു. ഒരു ലൈൻ സെഗ്മെന്റ് ആണ്, 5 സെന്റിമീറ്റർ ആണ്. ഇത് ഡയമീറ്റർ ആയിട്ട് ഒരു സെമി സർക്കിൾ വരച്ചുകൂടെ? ഇതിന്റെ സെന്റർ 2.5 മാർക്ക് ചെയ്യാം. ഒരു സെമി സർക്കിൾ വരയ്ക്കും. ഓക്കെ, സെമി സർക്കിൾ വരച്ചു. ഇവിടുന്ന് എയിൽ നിന്നിട്ട് 3 സെന്റിമീറ്റർ വിട്ടിട്ട്, എയിൽ നിന്ന് 3 സെന്റിമീറ്റർ വിട്ടിട്ട് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യും. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എയിൽ 3 സെന്റിമീറ്റർ ആയിട്ടാണ് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം അല്ലേ? ഈ പെർപെൻഡിക്കുലർ വരയ്ക്കണമെങ്കിൽ കോമ്പസ് വെച്ചിട്ട് ആർക്ക് വെച്ചിട്ട് ഇവിടെയും കട്ട് ചെയ്യാം, ഇതുപോലെ ഇവിടെയും കട്ട് ചെയ്യാം. അത് ഈ ഒരു ആർക്ക് ഇവിടുന്ന് വെച്ചിട്ട് ഈ ഭാഗത്തും കട്ട് ചെയ്യാം, ഈ പാർട്ടും കട്ട് ചെയ്യാം. ഇത് ജോയിൻ ചെയ്താൽ പെർപെൻഡിക്കുലർ ആയി. അപ്പൊ നമുക്ക് ഈ ദൂരം കിട്ടിയിട്ടുണ്ട്. ഈ ദൂരം കിട്ടി. ഈ ദൂരമാണ് നമ്മുടെ സ്ക്വയറിന്റെ സൈഡ്. ഈ ദൂരം നമ്മൾ കോമ്പസിൽ ഇവിടേക്ക് മാർക്ക് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം, കോമ്പസ് ഇവിടെ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് ജോയിൻ ചെയ്യും. ഇതാണ് നമുക്ക് വേണ്ട, കിട്ടിയതാണ് നമുക്ക് വേണ്ട സ്ക്വയർ. ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? ഇതിന്റെ ഏരിയ 6 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് സ്ക്വയർ എന്താ സത്യത്തിൽ വരിക? സ്ക്വയറിന്റെ ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരത്തിന്റെ പരപ്പളം എന്ന് പറഞ്ഞാൽ സൈഡ് സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് 6 ആണ്. ഏരിയ കിട്ടിയിട്ടുള്ളത് 6 ആണ്. അത് സൈഡിന്റെ സ്ക്വയർ ആണ്. അപ്പൊ സൈഡ് എന്താ കിട്ടുക? സൈഡ് ഈസ് ഈക്വൽ ടു √6. അപ്പൊ ഈ ഒരു ലെങ്ത്, ഈ സൈഡ് √6 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ അഭിനയങ്ങൾ അഥവാ ഇറാഷണൽ നമ്പേഴ്സിന്റെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കാം. അപ്പൊ നമ്മളോട് പറയാണ് ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് √6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൈഡുകൾ എന്ത് ചെയ്യണം? ഇത് വെച്ച് വരയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞ ആശയമാണ് ഇങ്ങനെ √6 അഭിനയങ്ങളുടെ നീളമുള്ള വരകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഒരു √6, √5 എന്നൊക്കെ പറയുന്ന നീളമുള്ള ലെങ്ത്തുകളുള്ള ഒരു ചോദ്യം നോക്കൂ. ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് √7 സെന്റിമീറ്റർ, √7 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 7ന്റെ ഫാക്ടേഴ്സ് എടുക്കാൻ പറ്റുന്നത്. 6 ആണെങ്കിൽ 6ന്റെ ഫാക്ടേഴ്സ്. ഇപ്പൊ 7 ആയതുകൊണ്ട് 7ന്റെ ഫാക്ടേഴ്സ് ആരാ? 1ഉം 7ഉം അല്ലെ? അപ്പൊ നമുക്ക് ആകെ ഫാക്ടേഴ്സ് ഓഫ് ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് 7 are 1 and 7 only അല്ലെ? 7ന്റെ ഘടകങ്ങളാണ്, 7ന്റെ ഘടകങ്ങൾ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ 1ഉം 7ഉം തമ്മിൽ ആഡ് ചെയ്യും. 8 സെന്റിമീറ്റർ. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 8 സെന്റിമീറ്റർ ലെങ്തുള്ള ഒരു വര വരയ്ക്കണം. എന്താണ് വരയുടെ 8 സെന്റിമീറ്റർ. എന്നിട്ട് ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സെമി സർക്കിൾ വരയ്ക്കുന്നു. 8 സെന്റിമീറ്റർ 1ഉം 7ഉം ആണ്. അപ്പൊ നമുക്ക് 7ൽ നിന്നിട്ട് ഇങ്ങോട്ട് 7 സെന്റിമീറ്ററിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ബാക്കി എത്രയായിരിക്കും? 1 സെന്റിമീറ്റർ ആവില്ലേ? എന്നിട്ട് ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ പെർപെൻഡിക്കുലർ നീളം എന്താണ്? √7. ഓക്കെ. മറ്റൊരു ചോദ്യം നോക്കൂ. ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത്
√6 സെന്റിമീറ്റർ. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഘടകങ്ങൾ കാണണം അല്ലെ. ഫാക്ടേഴ്സ് ഓഫ് 6 ആണ് ഏതൊക്കെയാ വരിക? ഒന്നെങ്കിൽ 2 ആവാം, 3 ആവാം, അല്ലെങ്കിലോ 1 ആവാം, 6 ആവാം. രണ്ട് തരത്തിൽ നമ്മൾ വരയ്ക്കാം. നമ്മുടെ 2 3 ആണ് സൈഡുകൾ എടുത്തതെങ്കിൽ നമ്മൾ ഈ 2 3 നമ്മൾ ആഡ് ചെയ്തിട്ട് 5 സെന്റിമീറ്റർ ഡയമീറ്ററുള്ള ഒരു സെമി സർക്കിൾ വരയ്ക്കണം. സെന്റർ മാർക്ക് ചെയ്തിട്ട് ഇവിടെ 2 3 ആയതുകൊണ്ട് ഒന്നുകിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ എത്രയായിരിക്കും? 2 ആയിരിക്കും. എന്നിട്ട് ഈ പോയിന്റിന് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത് √6 ആണ്. ഇത് നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെയാണ്. ഇത് നമ്മൾ ഫാക്ടേഴ്സ് എടുത്തത് 6 ഉം 1 ആണെങ്കിലോ, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് ടോട്ടൽ ലെങ്ത് 7 ഒരു ഡയമീറ്റർ വെച്ചിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കണം. പിന്നെ സെന്റർ മാർക്ക് ചെയ്തിട്ട് സെമി സർക്കിൾ വരയ്ക്കണം. ഓക്കെ, ടോട്ടൽ ലെങ്ത് എത്രയാണിത്? 7 സെന്റിമീറ്റർ. ഇവിടെ നിന്നോട്ട് 6 സെന്റിമീറ്റർ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. 6 സെന്റിമീറ്റർ ഇവിടെ നിന്നോട്ട് 1 ആയിരിക്കും. ഈ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ പെർപെൻഡിക്കുലർ നീളം എത്രയാണ്? √6. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്കത് വരയ്ക്കാം. ഇനി നമുക്ക് ബോർഡിൽ എഴുതിയിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. ബോർഡിൽ ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്, പിന്നെ ഒരു കോഡ് വരച്ചു, ഒരു റേഡിയസ് വരച്ചു. അപ്പോൾ നമുക്ക് AB എന്ന് പറയുന്ന ഒരു കോഡുണ്ട്. ABയുടെ മൊത്തം നീളം എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണ്. സർക്കിളിന്റെ റേഡിയസ് 7 ആണ്. ഇവിടെ 3 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഈ ഒരു APയുടെയും PBയുടെയും മെഷർ എത്രയാണെന്ന് അറിയണം. AP എത്രയാണെന്ന് അറിയണം, അതുപോലെ തന്നെ PB എത്രയാണെന്ന് അറിയണം. രണ്ടും അറിയില്ല. ഇതിനുവേണ്ടി നമ്മൾ പഠിച്ചിട്ടുള്ള സർക്കിളിലെ തന്നെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. രണ്ട് കോഡ്സ് AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്ന രണ്ട് കോഡുകൾ Pയിൽ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ AP × PB = CP × PD എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് ഒരു കോഡേ ഇവിടെ ഉള്ളൂ, വേറെ ഒരു കോഡ് നമ്മൾ വരയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു സ്പേസ് നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. മുട്ടിയത് പോയിന്റ് C ആണ്. ഇത് മുകളിലേക്ക് വരച്ചു, പ്രശ്നമൊന്നുമില്ല. നമുക്ക് AP അറിയില്ല. നമ്മൾ AP നമ്മൾ X എന്ന് എടുക്കുന്നു, APയുടെ അളവ് X എന്നും. PB അറിയാത്തതുകൊണ്ട് Y എന്നാണ് നമ്മൾ എടുക്കുന്നത്. It will be Y. ഓക്കെ, നമുക്ക് ഓരോന്നിന്റെയും മെഷർ എഴുതി വെക്കാം. AP വേണം, APX ആയി, PBY ആയിട്ടുണ്ട്. CPയുടെ മെഷർ എത്രയാണ് നോക്കൂ. CP എന്ന് പറഞ്ഞാൽ മൊത്തം 7 സെന്റിമീറ്ററിന് ഈ 3 സെന്റിമീറ്റർ കുറച്ചാൽ മതി. സോ വിൽ ബി 4. ഇനി അതുപോലെ തന്നെ നമുക്ക് PDയുടെ മെഷർ അറിയണം. PD കിട്ടാൻ എന്ത് ചെയ്താൽ മതി? PD ഇതുവരെയുള്ള ദൂരം 3 ആണ്. ഇത് റേഡിയസ് ആണ്, ഇതിന് ഈക്വൽ ആണ്. അപ്പൊ ഇത് 7 സെന്റിമീറ്റർ തന്നെയാണ്, +7. അപ്പം നമുക്ക് 10 കിട്ടും. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ പുട്ട് ചെയ്യാം. ഇതാണ് ഇക്വേഷൻ. AP × PB = CP × PD. APയുടെ മെഷർ X ആണ്, PB എത്രയാണ്? Y ആണ്. CP നമ്മളോട് എഴുതി വെച്ചു 4 ആണ്. PD എത്രയാണ്? 10 ആണ്. X Y മൾട്ടിപ്ലൈ ചെയ്താൽ XY ആണ്. 4 10 മൾട്ടിപ്ലൈ 40 ആണ്. നമുക്കൊരു കാര്യം അറിയാം. AB എന്ന് പറയുന്നത് എന്താണ്? AB എന്ന് പറയുന്നത് X + Y ആണ്. ശരിയല്ലേ? X ഉം Y ഉം ആണ് AB. ABയുടെ നീളം തന്നിട്ടുണ്ട്, അത് 13 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. AB മൊത്തത്തിൽ എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? 13 സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കോളൂ. നമുക്ക് X ഉം Y ആണ് കണ്ടുപിടിക്കേണ്ടത്. X ഉം Y ഉം കാണുന്ന സമയത്ത് ഗുണിച്ചു കഴിഞ്ഞാൽ 40 എന്നും അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 13 എന്നും കിട്ടണം. സോ ഇവിടെ നമുക്ക് കാണേണ്ട എന്താണ്? യു വാണ്ട് ടു ഫൈൻഡ് X and Y, 2 നമ്പേഴ്സ്, രണ്ട് സംഖ്യകൾ കാണും. അത് മൾട്ടിപ്ലൈ ചെയ്താൽ 40 ഉം ആഡ് ചെയ്താൽ 13 ഉം. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 40 എന്ന് പറഞ്ഞാൽ 40ന്റെ എന്താണ് വരിക? ഫാക്ടേഴ്സ് ആണ് വരിക. അതിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 40 ഉം ആഡ് ചെയ്താൽ 13 കിട്ടുന്ന നമ്പർ 8 5 അല്ലേ? 8 5 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 8 × 5 = 40. 8 + 5 = 30. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ X Y ഇതിൽ ഏതായാലും എഴുതിയ അപ്പൊ X = 8 ആണ് വിചാരിച്ചോ. X = 8 ആണെങ്കിൽ Y എത്രയാണ് വരിക? 5 ആണ് വരിക. ശരിയല്ലേ? X = 5 ആണെങ്കിൽ Y എത്രയാണ് വരിക? ഇറ്റ് വിൽ ബി മൊത്തം
13 ആയതുകൊണ്ട് 13 5 കുറച്ചാൽ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഏതാണ് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്? ഈ ചിത്രത്തിന്റെ ബേസ് ചെയ്തിട്ട് കുറച്ചുകൂടി നല്ലത് x 5 എന്നും y എന്താണ് x ഈക്വൽ ടു 5 എന്നും y ഈക്വൽ ടു 8 എന്ന് എടുക്കുന്നത് നല്ലത്. കാരണം ചിത്രത്തിൽ ഈ ഒരു നീളമാണ് വലുതായിട്ട് കാണുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുക്കാം. ഈ ചോദ്യം ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ. സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കൺസെപ്റ്റുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ള ഓൾമോസ്റ്റ് പ്രോബ്ലംസും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തിന്റെ ഹോംവർക്കാണ്. ഹോംവർക്ക് 11 ആണ്. പേജ് നമ്പർ 67 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ സ്വയം ചെയ്തു നോക്കുക. Thank you for watching.